മസ്കറ്റിൽ നിന്ന് കരിപ്പൂരിൽ എയർപോർട്ടിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വൈകുന്നു. ഇന്ന് പുലർച്ചെ 2:50 മസ്കറ്റിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനമാണ്. പകരം സംവിധാനം ഏർപ്പെടുത്തുന്നില്ല എന്ന് യാത്രക്കാർ പറയുകയാണ്. നമ്മളിപ്പോ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറിയതാണ്. ഫ്ലൈറ്റ് ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് കയറി പിന്നെ പെട്ടെന്ന് മസ്കറ്റിലേക്ക് തന്നെ തിരിച്ചിറക്കാന്ന് പറഞ്ഞു. മസ്കറ്റിൽ ഇറക്കി. അതിനുശേഷം പിന്നെ ഒന്നും നമ്മളോട് പറയുന്നില്ല എന്താ സംഭവിക്കുന്നത്. നമ്മൾ എയർപോർട്ടിൽ ഒരു 1.5 മണിക്കൂർ നിന്നു. അതിനുശേഷം ബസ്സിൽ ഒരു അരമണിക്കൂർ വീണ്ടും ഫ്ലൈറ്റ് കയറി. അവിടുന്ന് വന്നു ഇനി ഒന്നും കൂടി ഇറങ്ങേണ്ടി വരും. ഈ ഫ്ലൈറ്റ് പോയില്ല. അതുവരെ നമുക്ക് അറിയില്ല എന്താ നടക്കുന്നത്. അതിനുശേഷമാണ് പൈലറ്റ് വീണ്ടും ഫ്ലൈറ്റിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നതല്ലേ. വീണ്ടും ഫ്ലൈറ്റിൽ തിരിച്ചിറങ്ങി. എന്തെങ്കിലും അക്കോമഡേഷന്റെ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അക്കോമഡേഷൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ വീണ്ടും വെയിറ്റ് ചെയ്യുമല്ലേ? നമ്മളൊക്കെ ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ. ബുദ്ധിമുട്ട് ഇതുവരെ ഒന്നും കഴിക്കാനോ ഒന്നും തന്നിട്ടില്ല. ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അരുൺ പാറക്കൽ ഒരു ചെയ്യുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ആ വിമാനത്തിലെ യാത്രക്കാർക്ക് അത്ര മോർണിംഗ് ഗുഡല്ല. എങ്കിൽ കൂടിയും ഈ എയർ ഇന്ത്യ വിമാനം വൈകൽ, എന്താണ് അതിൻ്റെ പേരിൽ ദുരിതപ്പെടൽ, എപ്പോൾ അടുത്ത വിമാനം വരുമെന്ന് പറയാതിരിക്കൽ, ഏറ്റവും ഒടുവിൽ പറഞ്ഞ് ലാസ്റ്റ് എന്തോ ഭക്ഷണം കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും വാർത്തയെ അല്ലാതാവുന്നുണ്ട് കേട്ടോ അരുൺ. ഹാഷ്മി, അതുതന്നെയാണ്. ഈ വിമാനത്തിൽ ഇപ്പോൾ 146 ആളുകളുണ്ട്. അതിൽ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 8 മണിക്കൂറായി ഇപ്പോൾ ഇവർ ഈ ഒമാൻ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. 8 മണിക്കൂറായി ഇവർക്ക് ഭക്ഷണമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ എയർ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മസ്കറ്റിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:50 പുറപ്പെടേണ്ട വിമാനമായിരുന്നു. 2:50 വിമാനം പുറപ്പെട്ടു. 1.5 മണിക്കൂറിന് ശേഷം വീണ്ടും മസ്കറ്റിൽ തന്നെ തിരിച്ചിറക്കി. വിമാനത്തിന് സാങ്കേതിക തകരാറെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ വിശദീകരിക്കുന്നത്. അവിടെ തിരിച്ചിറക്കിയതിന് ശേഷം ഈ യാത്രക്കാരെ ഒമാൻ എയർപോർട്ടിലേക്ക് മാറ്റി. പക്ഷേ ഒമാൻ എയർപോർട്ടിൽ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകരം സംവിധാനമോ ഒക്കെ എയർ ഇന്ത്യ ഏർപ്പെടുത്തണമായിരുന്നു. അതൊന്നും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. എയർ ഇന്ത്യയുടെ IX-338 എന്ന വിമാനമാണ്. ഇന്ന് രാവിലെ 7:50 കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഇത് എത്തേണ്ടത്. പക്ഷേ ഇതുവരെയും വിമാനം എത്തിയിട്ടില്ല. വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാറുണ്ട് വിമാനത്തിന് എന്ന് എയർ ഇന്ത്യ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. പകരം സംവിധാനമൊന്നും യാത്രക്കാർക്ക് ഏർപ്പെടുത്തുന്നില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി. ഇപ്പോൾ അവരെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങോട്ടാണ് എന്ന് പോലും ഈ യാത്രക്കാർക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹാഷ്മി. ഓക്കെ, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് എത്ര തവണയുടെ എത്ര വിമാനങ്ങൾ ഇങ്ങനെ ലേറ്റാവുന്നു, എത്ര യാത്രക്കാർ ഇത്തരത്തിൽ രാപ്പകലില്ലാതെ ദുരിതപ്പെടുന്നു, കഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കും പ്ലീസ്.